പൈക കോഴിയാറ്റുകുന്നൽ സജിയുടെയും അശ്വതിയുടെയും 8 മാസം പ്രായമായ മാക്സിലിന് ചികിത്സാ സഹായം ആവശ്യമായിരിക്കുന്നു. പാലാ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം കുഞ്ഞിന്റെ ഇടത് കൈയുടെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെടുകയായിരുന്നുവെന്ന് മാതാപിതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചികിത്സയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ കാരുണ്യമതികൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് മാക്സിലിന്റെ മാതാപിതാക്കൾ. പ്രസവിച്ചയുടൻ പിടല് തിരിയാതെയും ഇടത് കണ്ണ് തുറക്കത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു മാക്സിൽ. തലയുടെ MRI റിസൾട്ടിൽ ചേഞ്ചസ് ഉള്ളതായി കണ്ടെത്തുകയും ചെയ്തു. ഫിസിയോതെറാപ്പി നടത്തിയതിനാൽ ഇപ്പോൾ പിടല് തിരിക്കാൻ സാധിക്കുന്നുണ്ട്. കൈയുടെ ചലനശേഷി തിരികെ കിട്ടാൻ സർജറി വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ സർജറി ചെയ്യേണ്ടിയിരുന്നെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം സർജറി നടത്താൻ കഴിഞ്ഞില്ല എന്ന് പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് പെരുമനങ്ങാട്ട് പറഞ്ഞു. പ്രിയമുള്ളവരെ, എലിക്കുളം പഞ്ചായത്തിലെ 2-ാം വാർഡിലാണ് കോഴിയാറ്റുകുന്നൽ വീട്ടിൽ അശ്വതിയുടെയും സജിയുടെയും മോനായ 8 മാസം പ്രായമുള്ള മാക്സലിൻ്റെ ഒരു ദയനീയമായ ഒരവസ്ഥ പറയുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ കുട്ടി പ്രസവ സമയത്ത് ഹോസ്പിറ്റലിൽ അനാസ്ഥയാണെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് കൊച്ചിൻ്റെ ഇടതുവശം കൈ തളരുകയും കൈക്ക് യാതൊരു അനക്കമില്ലാതിരിക്കുകയും ഇവരൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ തൃശ്ശൂർ മാത്രമേ ഇതിൻ്റെ ഓപ്പറേഷനുള്ളൂ. അത് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ 4 ലക്ഷത്തോളം രൂപ ചിലവാകും. നമ്മൾ ബഹുമാനപ്പെട്ട കോട്ടയം കളക്ടർക്ക് ഇവർ പരാതി കൊടുത്തതനുസരിച്ച് കളക്ടർ ഇടപെടുകയും അതനുസരിച്ച് ആ ഹോസ്പിറ്റലായിട്ട് സംസാരിച്ചുകൊണ്ട് 3 ലക്ഷം രൂപയ്ക്ക് ഈ സർജറി നടത്താമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിക്കും കളക്ടർക്കും ഒക്കെ ഈ ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥയ്ക്കെതിരെ ഇവർ പരാതി കൊടുത്തിട്ടുള്ളതാണ്. എങ്കിലും അതിനൊന്നും നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കുട്ടിയുടെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ വരണമെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കാശുണ്ടാക്കിയേ പറ്റൂ. 27-ാം തീയതിയാണ് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞിന് 8 മാസം പ്രായമായി. കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിൽ നിന്നും മാക്സിലിന്റെ രോഗാവസ്ഥയ്ക്കുള്ള സർജറി ചെയ്യുന്നില്ല എന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും പറഞ്ഞതെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. 2023 സെപ്റ്റംബർ 4-ാം തീയതിയാണ് വേദനയെ തുടർന്ന് പാലാ ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നത്. അന്നേരം അവരെന്നെ PV ചെക്ക് ചെയ്ത് അവിടെ അഡ്മിറ്റാക്കി. പകൽ സമയത്ത് എനിക്ക് വേദന ഉണ്ടായിരുന്നു, മരുന്നൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്തു. അതിനുശേഷം രാത്രിയിൽ പെയിൻ ഉണ്ടായിരുന്നില്ല. പെയിൻ ഉണ്ടാകാതെ ഇരുന്നതിനെ തുടർന്ന് രാവിലെ ഒരു 6:20 ആയപ്പോഴത്തേനും ഡോക്ടർമാർ പെയിൻ ഉണ്ടാകാനുള്ള മരുന്ന് കുത്തിവെച്ചതിന് ശേഷം പെയിൻ ഉണ്ടായി. കൊച്ചിനെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. കൊച്ച് വന്നതിന് ശേഷം കൊച്ചിനെ പുറത്തോട്ടെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും 2 കിലോഗ്രാം തൂക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോന് ഉണ്ടായപ്പം 3.5 കിലോഗ്രാം തൂക്കം ഉണ്ടായിരുന്നു. ഒരു കൊച്ച് വരാതിരുന്നപ്പോഴത്തേനും സ്റ്റക്കായിട്ടിരുന്നപ്പം ഇവർ ഡോക്ടർമാരുണ്ടായിരുന്നു. അവർ വലിച്ചെടുത്ത കൊച്ചിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചെടുത്ത കൊച്ച് കഴിഞ്ഞപ്പം ഇടത് കൈ തളർന്നുപോയി. അങ്ങനെ ഡോക്ടർ സമ്മതിച്ചായിരുന്നു ഇടത് കൈ തളർന്നു പോയതാണ്. ഇടത് കൈക്ക് ഞരമ്പിന് ക്ഷതമുണ്ടെന്ന് ഡോക്ടർ നേരം പറഞ്ഞായിരുന്നു കൈ അനക്കാതെ വന്നപ്പോൾ. അതിനുശേഷം കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പം കൊച്ചിൻ്റെ തലയിലെല്ലാം ചതവ് ഉണ്ടായിരുന്നു. കണ്ണിൻ്റെ മുകൾ ഭാഗം ചതഞ്ഞായിരുന്നു ഇരുന്നത്. ഇടത് കണ്ണ് തുറക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ പീഡിയാട്രീഷനെ കണ്ടു കഴിഞ്ഞപ്പം MRI ഒന്ന് എടുക്കേണ്ടി വരുമായിരിക്കും എന്ന് പറഞ്ഞു. ICHൽ ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ICHൽ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. 5-ാം തീയതിയാണ് കുഞ്ഞുണ്ടാകുന്നത്. 6-ാം തീയതി രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിനെ കരച്ചിൽ നിർത്തുന്നില്ല, ICHലോട്ട് കൊണ്ടുപോകണം ഡോക്ടർമാർ പറഞ്ഞ് ഞങ്ങൾ ICHലോട്ട് എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ വിളിച്ച് വരുത്തി ICHലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് കൊച്ചിൻ്റെ കണ്ണിലെല്ലാം ബ്ലഡായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേനും ഫിക്സ് ഉണ്ടാകാൻ തുടങ്ങി. അത് കഠിനമായ ഫിക്സ് ഉണ്ടാകാൻ തുടങ്ങി. അവർ NICUലോട്ട് മാറ്റി. പിടിച്ച് വലിച്ചപ്പോഴത്തേനും കൊച്ചിൻ്റെ പെടലി തിരിഞ്ഞ് ഒരു വശത്തോട്ടായിരുന്നു ഇരുന്നത്. ഞരമ്പിന് മസിലുരുണ്ട് കൂടി പെടലി ഒരു വശത്തോട്ടാണ് ഇരുന്നത്. ഒരു കണ്ണ് തുറക്കത്തുമില്ലായിരുന്നു. എൻ്റെ ഏകദേശം ഒരു 45 ദിവസമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ആ കണ്ണ് ചെന്ന് ചെറുതായിട്ട് തുറക്കാൻ തുടങ്ങുന്നത്, ഇടത് കണ്ണ്. അത് കഴിഞ്ഞ് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, കണ്ണിൻ്റെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞരമ്പിൻ്റെ ക്ഷതമെന്ന് പറഞ്ഞതുകൊണ്ട് 3 മാസം ഫിസിയോതെറാപ്പി ചെയ്യാമെന്നാണ് കോട്ടയം PMR കീഴിൽ ICHലായിട്ട് 3-4 മാസത്തോളം കൈക്ക് വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പി ചെയ്തു. കഴുത്തിൽ തിരിയാതെ കഴുത്ത് പെടലിൽ ഫിസിയോതെറാപ്പി തിരിയാൻ വേണ്ടിയിട്ട് ചെയ്തു. പക്ഷേ
മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേനും യാതൊരുവിധ ഇതുമില്ലാത്തതിൻ്റെ പുറത്ത് ഇനി സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞത് കുഞ്ഞുങ്ങളുടെ സർജറി ചെയ്യുന്നത് തൃശ്ശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലാണെന്നാണ് അറിഞ്ഞത്. ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ചപ്പം 3 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപയായിരുന്നു സർജറിക്ക്. ഏപ്രിൽ 30-ാം തീയതി ആദ്യം ഞങ്ങളൊന്ന് ഡേറ്റ് എടുത്തായിരുന്നു. ഡേറ്റ് എടുത്തപ്പം അത് പൈസ ഉണ്ടാകത്തിനെ തുടർന്ന് അത് നടന്നില്ല. പിന്നെ ഞങ്ങൾ അന്നേരം ഈ കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം കാണിച്ച് 2023 ഡിസംബർ 12-ാം തീയതി പാലായിൽ ഒരു പരാതി കൊടുത്തിരുന്നു. 1.5 മാസം കഴിഞ്ഞിട്ടും ഈ കൊച്ചിന് ഈ പരാതിയിന്മേൽ യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് തൃശൂർ എലൈറ്റ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ സർജറി തീരുമാനിച്ചിരിക്കുന്നത്. സർജറിക്ക് തന്നെ 3 ലക്ഷം രൂപയോളമാകും. സർജറിക്ക് ശേഷം 10 ദിവസം ഹോസ്പിറ്റലിൽ കഴിയണം. മരുന്നിനും തുടർ ചികിത്സയ്ക്കും മറ്റുമായി നല്ലൊരു തുക ചിലവാകും. കൂലിപ്പണിക്കാരനായ സജിക്ക് ഇത്രയും വലിയ തുക കണ്ടെത്താൻ കഴിയില്ല. സർജറി കഴിഞ്ഞാലും 3 വയസ്സുവരെ ഫിസിയോതെറാപ്പി ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം. ചികിത്സയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ കാരുണ്യമതികൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് മാക്സിലിന്റെ മാതാപിതാക്കൾ. സഹായധന സമാഹരണത്തിനായി പഞ്ചായത്ത് അംഗം മാത്യൂസ് പെരുമനങ്ങാടിന്റെയും കുഞ്ഞിന്റെ അമ്മ അശ്വതിയുടെയും പേരിൽ ഫെഡറൽ ബാങ്കിന്റെ പൂവരണി ശാഖയിൽ 11-01-00-11-2986 എന്ന നമ്പറിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. IFSC FDRL 00011115. മാക്സിലിന്റെ ഇടതുകൈ ചലിക്കുവാൻ നമുക്കും കൈത്താങ്ങാകാം. വാർത്താ സമ്മേളനത്തിൽ കുട്ടിയുടെ മാതാപിതാക്കളായ സജിയും അശ്വതിയും പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് പെരുമനങ്ങാടിനും പങ്കെടുത്തു. i4A ന്യൂസ് പാല.